ട്രഷറി ആൻഡ് റിസ്ക് മാനേജ്മെന്റ് അഡ്വൈസറി. പൊതുവെ ഇപ്പോൾ സ്റ്റുഡൻസിന് ഇപ്പം CA അല്ലെങ്കിൽ ACCA കഴിഞ്ഞ് പോകുമ്പോൾ അവർ പൊതുവെ ഓഡിറ്റിലേക്കാണ് പോകുക. ഓക്കെ, ഞാൻ ആദ്യം സ്റ്റാർട്ട് ചെയ്തത് ഇവിടെ ഡെസ്പൈറ്റ് നമുക്ക് ACCA ക്വാളിഫൈഡ് ആയിട്ടും അല്ലെങ്കിൽ മെമ്പർ ആയിട്ടും വൈ ഡിഡ് യു ഫീൽ ലൈക്ക് ദർ ഇസ് CFAയുടെ ഒരു റിക്വയർമെന്റ് എന്തുകൊണ്ടാണ് ഫീൽ ചെയ്തത്? നോർമൽ ഒരു ഫ്ലാറ്റ് ബിഗ് ഫോറിൽ സ്റ്റാർട്ട് ചെയ്തു, ലീനിയർ പ്രോഗ്രഷൻ, ഇയർലി പ്രൊമോഷൻ, അങ്ങനെയല്ല. Hello everyone, this is Safna and I'm again back here with Pro Stories. Pro Stories, it is actually professional stories. നമ്മൾ കുറേ നാൾ മുമ്പ് ഈ സെഗ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിരുന്നു ഒരുപാട് പ്രൊഫഷണൽസിൻ്റെ സ്റ്റോറീസ് കേൾക്കാനായിട്ട്. സോ ടുഡേ അഗെയിൻ ഐ എം കിക്കിംഗ് ബാക്ക് പ്രൊഫഷണൽ സ്റ്റോറീസ് വിത്ത് മൈ ഫ്രണ്ട് മുഹമ്മദ് ഷബീബ്. വെൽക്കം ഷബീബ്. ഓക്കെ, സോ യൂഷ്വലി നമ്മളൊരു ഇൻട്രൊഡക്ഷനൊക്കെ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക. പക്ഷേ ബിക്കോസ് ദിസ് ഇസ് അബൌട്ട് പ്രൊഫഷണൽ സ്റ്റോറീസ്, ഷബീബിനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ചൊരു ഇൻട്രൊഡക്ഷൻ തരുന്നില്ല. ആൻഡ് നമുക്ക് ഈ ഒരു ചെറിയൊരു സെഗ്മെൻറ്റിൽ തന്നെ ഷബീബിനെ കുറിച്ച് കൂടുതലായിട്ട് നേരിട്ട് ചോദിച്ചറിയാം. ഓക്കെ, ഹലോ. എനിവേ, അപ്പം കുറേ നമുക്ക് പെട്ടെന്ന് കുറച്ച് ചെറിയ പ്രൊഫഷണൽ. അപ്പോൾ നമ്മുടെ ടാഗ് ലൈൻ തന്നെ ഇങ്ങനെയാണ്, നത്തിങ് പേഴ്സണൽ, ഞാൻ ആൻസർ പറയില്ല, ഓൺലി പ്രൊഫഷണൽ. ഓക്കെ, അപ്പം എന്താണ് കറണ്ട് ക്വാളിഫിക്കേഷൻസ് അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയായിരിക്കും? ഞാൻ ACCA മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ട്, CFA ചാർട്ടർ ഹോൾഡർ ആണ്, പിന്നെ ഗ്രാജുവേറ്റ് ഇൻ കോമേഴ്സ്, BCom. ബേസിക്കലി ഇൻട്രൊഡക്ഷൻ ഇല്ലെങ്കിലും പറയാം, ഷബീബ് ഇസ് മൈ യൂസ് ബി മൈ ക്ലാസ്മേറ്റ്. ACCയിൽ ഞങ്ങൾ ഒരുമിച്ചാണ് ACC സ്റ്റാർട്ട് ചെയ്തത്. ബട്ട് ഇപ്പം ആള് ഏത് പൊസിഷനിലാണ് ഇപ്പം? എന്താണ് വർക്കിംഗ്? എന്താണ് ഇപ്പം? ഞാൻ ഒരു ബിഗ് ഫോറിൽ അഡ്വൈസറി, അബുദാബി, UAE ബേസ്ഡ് ആണ്. ട്രഷറി ആൻഡ് റിസ്ക് മാനേജ്മെന്റ്, ട്രഷറി റിസ്ക് മാനേജ്മെന്റ്. ട്രഷറി അതിനിപ്പോൾ ഫിനാൻസ് സെക്ടർ തന്നെയാണ്. ക്ലയൻസ് എല്ലാവരും FS റിലേറ്റഡ് ആണ്, ഫൈനാൻഷ്യൽ സർവീസസ് ആണ്, പിന്നെ കുറച്ച് കോർപ്പറേറ്റ് ക്ലയൻസും ഉണ്ട്. ഇപ്പോൾ മെയിൻലി ഇൻ ടു ട്രഷറി അഡ്വൈസറി, ട്രഷറി ആൻഡ് റിസ്ക് മാനേജ്മെന്റ്, റിസ്ക് അഡ്വൈസറി, അസിസ്റ്റന്റ് മാനേജർ. എങ്ങനെയായിരിക്കും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുക? ഇപ്പം ഫിനാൻസ് റിസ്ക് ഫീൽഡ് എന്ന് പറയാം. അതെ, ഫൈനാൻസ്, അതെ, റിസ്ക്. കാരണം പൊതുവെ ഇപ്പോൾ സ്റ്റുഡൻസിന് ഇപ്പം CA അല്ലെങ്കിൽ ACCA കഴിഞ്ഞ് പോകുമ്പം അവർ പൊതുവെ ഓഡിറ്റിലേക്കാണ് പോവുക. അപ്പം അപ്പാർട്ട് ഫ്രം ദാറ്റ് ഫിനാൻസിലേക്ക് പോകാം. ആൻഡ് എങ്ങനെയായിരിക്കും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുക ഈ ഒരു സെക്ടറിലേക്ക് ഒരു കരിയർ ജേർണി? എൻ്റെ കരിയർ ജേർണി പറയുകയാണെങ്കിൽ ഭയങ്കരം എന്താ പറയുക, നോർമൽ ഒരു ഫ്ലാറ്റ് ബിഗ് ഫോറിൽ സ്റ്റാർട്ട് ചെയ്തു, ലീനിയർ പ്രോഗ്രഷൻ, ഇയർലി പ്രൊമോഷൻ, അങ്ങനെയല്ല. ഞാൻ ആദ്യം സ്റ്റാർട്ട് ചെയ്തത് ഇവിടെ കൊച്ചി ബേസ്ഡ് ഒരു ACCA ഇൻസ്റ്റിറ്റ്യൂട്ടിൽ, അവിടെ പാർട്ട് ടൈം പഠിപ്പിച്ചിട്ട് ACCA പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പേപ്പേഴ്സ് F1, F2, P1, പിന്നെ F9 കുറച്ചെന്തോ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ഓർമ്മയില്ല. ഒരു 1.5 കൊല്ലം ആ ടൈം. പിന്നെ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ തന്നെ ഒരു ഭാഗമായിരുന്നു കുറച്ച് കാലത്തേക്ക്, ഒരു 1.5 കൊല്ലം ആ ഒരു റേഞ്ച്. അത് കഴിഞ്ഞിട്ട് അബുദാബി പോയി ഒരു സാധാരണ ഒരു ചെറിയ കമ്പനിയിൽ അക്കൗണ്ട്സിൽ ജോയിൻ ചെയ്തു. അവിടെ ജോബ് ഹണ്ട് ചെയ്തു. റെഫറൻസ് ഈസ് പാർട്ട് ഓഫ് ഇറ്റ്. കാരണം ഇത് ഇപ്പം ഞാനത് പറയുകയാണെങ്കിൽ യുവർ പ്രൊഫഷണൽ കരിയർ ഈസ് നെറ്റ്വർക്കിംഗ്, റെഫറൻസ് ഓൾവേസ്. അപ്പം ആ ഒരു റെഫറൻസ് അല്ലെങ്കിൽ നെറ്റ്വർക്കിംഗ് ബേസിൽ തന്നെയാണ് എനിക്ക് അബുദാബി ജോലി കിട്ടുന്നത്. ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. That's part of your career journey actually. Your network is net worth. Basically your network is net worth. അപ്പോൾ അങ്ങനെ അക്കൗണ്ട്സിൽ ജോയിൻ ചെയ്തു. അവിടെ റീറ്റെയിൽ സൂപ്പർ മാർക്കറ്റ് ചെയിൻസ് ആയിരുന്നു, ശമ്പളമൊക്കെ വളരെ കുറവ്. അവിടുന്ന് എനിക്ക് ആക്ച്വലി അവിടെ ഒരു 1.5 കൊല്ലം വർക്ക് ചെയ്തു. അവിടെ നല്ല എക്സ്പോഷർ ആയിരുന്നു. ചെറിയ കമ്പനിയാണ്, ബട്ട് ഭയങ്കര എക്സ്പോഷറാണ്. ചെറിയ കമ്പനി ആകുമ്പം ഞാൻ ഇതിൽ നീട്ടി വലിച്ചു കൊണ്ടുവന്നില്ല, ഓർമ്മ വരുന്നതൊക്കെ അപ്പോൾ പറഞ്ഞു പോകും. അപ്പോൾ ചെറിയ കമ്പനി ആകുമ്പോൾ എന്താ ഗുണമെന്ന് വെച്ചാൽ യു ആർ നോട്ട് സ്റ്റക്ക് ഇൻ ടു എ പ്രോസസ്, യു ഹാവ് ടു ടേക്ക് കെയർ ഓഫ് എവറിത്തിങ്. അപ്പോൾ അതുപോലെ ആ ഒരു ചെറിയ കമ്പനിയിൽ അക്കൗണ്ട്സിലാണ് ജോയിൻ ചെയ്തെങ്കിൽ കൂടി ഐ വാസ് പാർട്ട് ഓഫ് ERP ഇംപ്ലിമെൻറ്റേഷൻ. അവിടെ ആ ടൈമാണ് SAP ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ SAP ഇംപ്ലിമെൻറ്റ് ചെയ്തിരുന്ന ആ ടൈം. അപ്പോൾ ഐ വാസ് കോർ ടീം മെമ്പർ ഓഫ് SAP ഇംപ്ലിമെൻറ്റേഷൻ. ആ ഒരു ഒറ്റ ഇംപ്ലിമെൻറ്റേഷൻ കൊണ്ട് തന്നെ എൻറ്റയർ ബിസിനസ് എനിക്ക് പഠിക്കാൻ പറ്റി.
ഫ്രം പ്രൊക്യൂർമെൻറ്റ് ടു പേയ്മെൻറ്റ്, ബാങ്കിങ്, അക്കൗണ്ടിങ്, മെറ്റീരിയൽസ്, ഇൻവെൻട്രി ഹാൻഡ്ലിങ് എല്ലാം ആ ഒരു ഒറ്റ ERP ഇംപ്ലിമെൻറ്റേഷൻ കൊണ്ട് എനിക്ക് പഠിക്കാൻ പറ്റി. ആ ഒരു 1.5 കൊല്ലം എന്ന് പറയുന്നത് ഐ കൺസിഡർ മൈസെൽഫ് ആസ് 3 years എക്സ്പീരിയൻസ്. കാരണം അത്രയും എക്സ്പോഷർ കിട്ടി ചെറിയ കമ്പനിയിൽ നിന്ന്. അവിടുന്ന് ഐ മൂവ്ഡ് ഇൻ ടു ബാങ്കിങ്. ബാങ്കിങ്ങിൽ കോർപ്പറേറ്റ് ബാങ്കിങ്ങിലായിരുന്നു ക്രെഡിറ്റ് അനലിസ്റ്റ് ആയിട്ട്. അവിടുന്ന് ബാങ്കിങ്ങിലേക്ക് എങ്ങനെ മൂവ് ചെയ്തു? അഗെയിൻ റെഫറൻസ്, നെറ്റ്വർക്കിംഗ്. അത് നെറ്റ്വർക്ക് ഞാൻ എപ്പോഴും പറയാം, യുവർ നെറ്റ്വർക്കിംഗ് സ്കിൽ ഹാസ് ടു ബി ലൈക്ക് ഏത് ACCA സ്റ്റുഡൻസ് ആണെങ്കിലും ഏത് പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ, ലെറ്റ്സ് സേ ലോജിസ്റ്റിക്സോ ഏത് പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ആയിക്കോട്ടെ, യുവർ നെറ്റ്വർക്കിംഗ് സ്കിൽ ഹാസ് ടു ബി വെരി ഗുഡ്. അപ്പോൾ അവിടുന്ന് ഞാൻ ബാങ്കിങ്ങിലേക്ക് മൂവ് ചെയ്തു. ബാങ്കിങ്ങിൽ നിന്ന് ഒരു 2.5 years ബാങ്കിങ്ങിലുണ്ടായിരുന്നു, കോർപ്പറേറ്റ് ബാങ്കിങ് ക്രെഡിറ്റ് അനലിസ്റ്റ് ആയിട്ട്. അവിടുന്നാണ് ഫർദർ എൻ്റെ നെറ്റ്വർക്ക് അല്ലെങ്കിൽ എൻ്റെ നെറ്റ്വർക്ക് എന്താ പറയുക വൈഡൻ ചെയ്തത്. അവിടെ മെയിനായിട്ട് ചെയ്തിരുന്നത് കോർപ്പറേറ്റ് ക്ലയൻസ്, ഫൈനാൻഷ്യൽ അനാലിസിസ്, ക്രെഡിറ്റ് അനാലിസിസ്, ക്രെഡിറ്റ് പ്രൊപ്പോസൽസ് ഉണ്ടാക്കുക എന്നാണ് പറയുക. സെക്യൂരിറ്റി സ്ട്രക്ചറിങ്, പ്രൈസിങ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുക, ബേസിക്കലി ലോൺ ഡിസ്പേഴ്സ്മെന്റ് എല്ലാം ആ കാര്യങ്ങൾ, ക്രെഡിറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, ക്രെഡിറ്റ് അസസ്മെന്റ്. ആക്ച്വലി നമ്മൾ കുറേ പഠിക്കുന്നുണ്ട്. ഞാൻ F5 റേഷ്യോ അനാലിസിസ് ഒക്കെ നന്നായിട്ട് വേണ്ട ഒരു ഇതാണ്. ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസ്, അതിൽ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റേഷ്യോ അനാലിസൈസ് ചെയ്തിട്ട് അതിൻ്റെ ഇൻറ്റർപ്രിട്ടേഷൻ. നിങ്ങൾക്കറിയുണ്ടാവും, നമ്മളിപ്പം റേഷ്യോ അനാലിസിസ് എന്നൊക്കെ പറയുന്നത് എക്സാം പേർപ്പസിന് വി ജസ്റ്റ് ഗോ റേഷ്യോ നമ്മൾ അനലൈസ് ചെയ്യും, ഓക്കെ ഇത് റേഷ്യോ കുറവാണ് കൂടുതലാണ് കമ്പാരിറ്റീവ്ലി. അതിൻ്റെ അപ്പുറം ചെയ്യുക, വൈ ഇറ്റ് ഈസ് സോ ആൻഡ് വാട്ട് ഇറ്റ് ഇമ്പാക്ട്സ്. നമുക്കതെങ്ങനെ ഇമ്പാക്റ്റ് ചെയ്യും, എന്താണ് കാരണം, അതിൻ്റെ ഇമ്പാക്റ്റ് എന്താണ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക. 2.5 years ബാങ്കിങ്ങിലുണ്ടായിരുന്നു. ദെൻ ലിറ്ററലി ഐ റീസ്റ്റാർട്ടഡ് മൈ കരിയർ. അവിടെ നിന്ന് ഞാൻ ബിഗ് ഫോറിലേക്ക് മൂവ് ചെയ്തു. അപ്പോൾ ബിഗ് ഫോറിൽ ഞാൻ അസോസിയേറ്റ് 3 ആയിട്ടെന്തോ ജോയിൻ ചെയ്തു. അസോസിയേറ്റ് 3 കൺസൾട്ടൻറ്റ്, സീനിയർ കൺസൾട്ടൻറ്റ്, അസിസ്റ്റൻറ്റ് മാനേജർ. ഇപ്പോൾ ഒരു 4-5 കൊല്ലമായി ബിഗ് ഫോറിൽ തന്നെ ഉണ്ട്. സെയിം ഫേം, സെയിം ടീം, പക്ഷേ ഡിഫറെൻറ്റ് ക്ലയൻസ്, ഡിഫറെൻറ്റ് പ്രൊജക്ട്സ്, ബട്ട് ഓവറോൾ അഡ്വൈസറി ആണ്, ട്രഷറി ആൻഡ് റിസ്ക് മാനേജ്മെൻറ്റ്. ഇപ്പോൾ അസിസ്റ്റൻറ്റ് മാനേജറായിട്ട് അവിടെ ബിഗ് ഫോറിലുണ്ട്, അബുദാബി ബേസ്ഡ് ആണ്. അപ്പം ഇപ്പം മൂവൊക്കെ ചെയ്യുന്ന സമയത്ത് യു സെഡ് CFA സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഡെസ്പൈറ്റ് നമുക്ക് ACCA ക്വാളിഫൈഡ് ആയിട്ടും അല്ലെങ്കിൽ മെമ്പർ ആയിട്ടും വൈ ഡിഡ് യു ഫീൽ ലൈക്ക് ദർ ഇസ് CFAയുടെ ഒരു റിക്വയർമെൻറ്റ് എന്തുകൊണ്ടാണ് ഫീൽ ചെയ്തത്? രണ്ടും ഡിഫറെൻറ്റ് ഏരിയാസ് ആണ്. ഓവറോൾ അതിൻ്റെ ഇനീഷ്യൽ ഇപ്പം ഫോർ എക്സാമ്പിൾ CFA ലെവൽ 1 ഒക്കെ ആണെങ്കിൽ ACCA ആയിട്ട് കുറേ ഓവർലാപ്സ് ഉണ്ട്. ബട്ട് രണ്ടിൻ്റെയും തീം വ്യത്യാസമുണ്ട് മൊത്തത്തിൽ. ഫോർ എക്സാമ്പിൾ ACCAയിൽ നമ്മുടെ P4 അഡ്വാൻസ് ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ്, നമ്മൾ ഡെറിവേറ്റീവ്സ് വാല്യുവേഷനും കാര്യങ്ങളും എന്താണ് ഡെറിവേറ്റീവ്സ്, അതിൽ കുറച്ചൊക്കെ നമ്മൾ അതിൽ മനസ്സിലാക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഇൻഡെപ്ത് ആണ് CFA. ഫോർ അതിൽ ആ ഒരു ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ ഡെറിവേറ്റീവ്സിൻ്റെ ആയാലും പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ്, ഇക്വിറ്റി, പിന്നെ ബോണ്ട്സ്, അതിൻ്റെയൊക്കെ ഇൻഡെപ്ത് ആയിട്ട് നമ്മൾ പോകുന്നതാണ് CFAയിൽ. അതിൽ മെയിൻലി CFA what CFA is doing or what CFA is providing is portfolio management. After doing CFA നമ്മൾ മൊത്തത്തിലൊരു ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അവിടെ നിന്നാണ് എനിക്ക് ആ ഒരു CFAയുടെ ആ ഒരു ബേസ് ഉള്ളത് കൊണ്ടാണ് എനിക്ക് ബിഗ് ഫോറിൽ ആ ജോലി ആക്ച്വലി കിട്ടിയത്. കാരണം ദേ വർ ലുക്കിംഗ് ഫോർ someone who has an accounting background, where ACCA, someone who had a banking knowledge. അപ്പം എനിക്ക് ബാങ്കിങ് എക്സ്പീരിയൻസ് ഉണ്ട്, ആൻഡ് who is currently pursuing CFA. സോ ആ ഒരു 3 കോമ്പിനേഷനും കൂടി ഒന്നിച്ച് വന്നപ്പോൾ ഐ വാസ് ഏബിൾ ടു ക്വിക്ക്ലി ജോയിൻ ചെയ്യാൻ പറ്റി അവിടെ ബിഗ് ഫോറിൽ. ഇപ്പോൾ കറൻ്റ്ലി റിസ്ക് ആൻഡ് ട്രഷറി ആൻഡ് റിസ്ക് അഡ്വൈസറി അല്ലേ? അപ്പം ഇഫ് യു കെൻ എക്സ്പ്ലെയിൻ ഇപ്പം ആ ഒരു ഏരിയയിൽ സെഗ്മെൻറ്റിൽ ഇപ്പം ഡെയിലി ലൈഫിൽ പറയുകയാണെങ്കിൽ ജസ്റ്റ് ടു ടെൽ ദം. ഇപ്പോൾ നമുക്ക് ഓഡിറ്റ് ഒക്കെ പഠിക്കാനുണ്ട്, നമുക്ക് ഒന്ന് കുറച്ച് ഇതിൻ്റെ ബേസിക്സ് ഒക്കെ ഉണ്ടാവും, പക്ഷേ സ്റ്റിൽ എക്സാക്ട്ലി എന്തായിരിക്കും ഒരു റിസ്ക് അഡ്വൈസറി അല്ലെങ്കിൽ ട്രഷറിയിൽ വരുമ്പോൾ ഉള്ളൊരു വർക്ക് എന്തായിരിക്കും? ചെറിയൊരു എക്സ്പ്ലനേഷൻ. ഇപ്പോൾ ട്രഷറി എന്ന് പറയുന്നത് നമ്മളിപ്പം ഒരു കമ്പനിയിൽ
ദി എൻറ്റയർ ഫൈനാൻസ് ഫങ്ഷൻ. സി എഫ് ഒ ഇസ് ദ ടോപ്പ് ഓഫ് ഫൈനാൻസ്, നമുക്ക് എല്ലാവർക്കും അറിയാം. അതിൻ്റെ അണ്ടറിൽ ദർ ആർ ലൈക്ക് നമ്പർ ഓഫ് ഡിവിഷൻസ്. അതിലിപ്പം ദർ വുഡ് ബി എ ഫൈനാൻസ് കൺട്രോൾ വിച്ച് ഇസ് എൻ അക്കൗണ്ടിങ് ഡിവിഷൻ. നമ്മുടെ ജേർണൽ എൻട്രീസും ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് റിപ്പോർട്ടിംഗ് ഒക്കെ ചെയ്യുന്ന ഒരു ഡിവിഷൻ ഉണ്ട്. അതാണ് നമ്മുടെ അക്കൗണ്ടിങ് അല്ലെങ്കിൽ ആ ഒരു ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് എന്നുള്ള ഡിവിഷൻ. ദെൻ ഫിനാൻഷ്യൽ പ്ലാനിങ് ആൻഡ് അനാലിസിസ് വരുന്നുണ്ട്. വാട്ട് ദേ ആർ ഡൂയിങ് ഈസ് ദേ ഡു ബഡ്ജറ്റിംഗ്, ഫോർകാസ്റ്റിംഗ്, നമ്മുടെ ബിസിനസ് പ്ലാൻസ് ഒക്കെ ഉണ്ടാക്കുക, ബഡ്ജറ്റ്സ് ഉണ്ടാക്കുക, ഫോർകാസ്റ്റ് ഉണ്ടാക്കുക, അങ്ങനത്തെ ആ ഒരു കാര്യങ്ങൾ. എന്നിട്ട് ആ ഓരോ ക്വാർട്ടർലിയും അതിൻ്റെ വേരിയൻസ് നോക്കുക, എവിടെയാണ് നമ്മൾ ഷോർട്ട് ഫോൾ ചെയ്തത്, അങ്ങനത്തെ ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് ഫിനാൻഷ്യൽ പ്ലാനിങ് ആൻഡ് അനാലിസിസ്. അതുപോലെ ഇറ്റ്സ് എ തേർഡ് വെർട്ടിക്കൽ. മേ ബി പല കമ്പനിയിലും പല വെർട്ടിക്കൽസ് ഉണ്ടാവും, ബട്ട് ബ്രോഡ്ലി ഐ വുഡ് ക്ലാസിഫൈ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്, ഫിനാൻഷ്യൽ പ്ലാനിങ് ആൻഡ് അനാലിസിസ്, ദെൻ ട്രഷറി എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ദേ ടേക്ക് കെയർ ഓഫ് ദ ലിക്വിഡിറ്റി, നമ്മുടെ ഡേ ടു ഡേ ക്യാഷ് ഹാൻഡ്ലിങ്, അല്ലെങ്കിൽ ഡെപ്റ്റ് മാനേജ്മെൻറ്റ്, എങ്ങനെയൊക്കെയാണ് ക്യാപിറ്റൽ റേസ് ചെയ്യേണ്ടത്, ഷോർട്ട് ടേം ഡെപ്റ്റ് വേണോ അല്ല ലോങ് ടേം ഡെപ്റ്റ് വേണോ. ആൻഡ് കോർപ്പറേറ്റ് ഫൈനാൻസ് ഈസ് പാർട്ട് ഓഫ് ട്രഷറി ആൻഡ് കോർപ്പറേറ്റ് ഫൈനാൻസ് നമ്മൾ ജനറലി പല കമ്പനികളും ഒരുമിച്ച് ഉണ്ടാവുക, ട്രഷറി ആൻഡ് കോർപ്പറേറ്റ് ഫൈനാൻസ് ടുഗദർ ഉണ്ടാവുക. അപ്പം ലോൺ മാനേജ്മെൻറ്റ്, ഡെറ്റ് മാനേജ്മെൻറ്റ്, വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ്, അതൊക്കെ ചെയ്യുന്നത് ഈ ഒരു ട്രഷറി ഡിപ്പാർട്ട്മെൻറ്റാണ്. സോ വാട്ട് വി ഡു ഇസ് വി അഡ്വൈസ് ക്ലയൻറ്റ്സ് ഓൺ ലൈക്ക് ട്രഷറി ടാർഗറ്റ് ഓപ്പറേറ്റിംഗ് മോഡൽ. എങ്ങനെയായിരിക്കണം ഒരു ഐഡിയൽ ട്രഷറി ഫങ്ഷൻ, എങ്ങനെയായിരിക്കണം, പ്രോസസ്സ് ഡിസൈൻ ചെയ്ത് കൊടുക്കും, പോളിസീസ്, പ്രൊസീജിയർ ഡോക്യുമെൻറ്റ്സ്. ദെൻ അതിൽ ട്രഷറീൻ്റെ അണ്ടറിൽ തന്നെയാണ് ഹെഡ്ജിങ്ങും കാര്യങ്ങളൊക്കെ വരിക. അപ്പോൾ അതിൻ്റെ ഹെഡ്ജിങ് പോളിസീസ് എങ്ങനെയാണ് വേണ്ടത്, അതിൻ്റെ എക്സ്പെർട്ടീസ് എങ്ങനെയാണ്, എത്രത്തോളം ആൾക്കാർ വേണം, എങ്ങനത്തെ എക്സ്പെർട്ടീസ് വേണം. ചിലപ്പോൾ നമ്മൾ ട്രഷറി ഡെറിവേറ്റീവ് വാല്യുവേഷൻ ചെയ്ത് കൊടുക്കാറുണ്ട്. ചിലപ്പോൾ കോംപ്ലെക്സ് ആയിട്ടുള്ള ഡെറിവേറ്റീവ്സ് ഉണ്ട്. എഫ്എമ്മിൻ്റെ ഒരു ആക്ച്വലി എഫ് എം ആണ് ബേസിക് എഫ് എം തന്നെയാണ് ബേസിക് വരുന്നത്. അവിടുന്ന് കുറച്ച് ബിൽഡ് ചെയ്യുക, അത്രേ ഉള്ളൂ.